ഹിമാലയത്തിലെ കൊടുംമഞ്ഞിൽ പോലും വിവസ്ത്രരായി ജീവിക്കുന്ന മഹാഋഷിമാർ, പഞ്ചഭൂതസിദ്ധികൾ സ്വായത്തമാക്കി അഗ്നിയിൽ ശയിക്കുന്നവർ, ജലത്തിനു മീതെ നടക്കുന്നവർ, വായുവിൽ പറക്കുന്നവർ, അങ്ങനെ എത്രയോ മഹാത്മാക്കളെ നാം കാണുകയും അവരെക്കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നു. അവരൊക്കെ യോഗസിദ്ധന്മാരാണ്. അവർക്ക് ആഹാരവും ഉറക്കവും ഒന്നും ആവശ്യമില്ല. ഭക്തിയും ഈശ്വര സാക്ഷാത്കാരം നേടിത്തരില്ലേ പിതാവേ? തീർച്ചയായിട്ടും. സാധാരണ മനുഷ്യർക്ക് ഈശ്വര സാക്ഷാത്കാരം നേടാൻ ഏറ്റവും യുക്തമായ മാർഗം ഭക്തി തന്നെയാണ്. അതിന് ആഹാരം ഉപേക്ഷിക്കേണ്ടതില്ല. അങ്ങ് തന്നെ എന്നെ പഠിപ്പിച്ചതാണ്. ഏകഭുക്തം മഹായോഗം, ദ്വിഭുക്തം മഹാഭോഗം, ത്രിഭുക്തം മഹാരോഗമെന്ന്. അത് യോഗികളുടെ കഥ പറഞ്ഞപ്പോൾ ചൊല്ലിയതല്ലേ? അവരൊക്കെ ഏകാഗ്രതയോടെ തപസ് ചെയ്യുന്നവരാണ്, കർമ്മങ്ങൾ അവസാനിച്ചവർ. നമ്മുടെ മകൾ അത്തരമൊരു യോഗിയായാൽ പിന്നെ നാം നിന്നെ നിർബന്ധിക്കില്ല. ഇപ്പോ ഒന്ന് ആഹാരം കഴിക്കൂ. ശരി പിതാവേ. സഹസ്രനാമ പൂജ കൂടി പൂർത്തിയായിട്ട് ഞാൻ ഉടൻ എത്തിക്കോളാം. സാധ്യമല്ല, പൂർണ്ണ ഇപ്പോൾ തന്നെ വന്നേ തീരൂ. പക്ഷേ പൂജയൊക്കെ ഇനി നാളെ ആവാം. വരൂ പിതാവേ. വേണ്ട, ഇനി സംസാരം വേണ്ട. വരൂ, ഇത് രാജകൽപ്പനയാണ്. വരൂ വരൂ വരൂ. മാതാവേ, മാതാവേ. കുമാരി, അത് കുടിച്ചിട്ട് ഉറങ്ങിക്കോളൂ. എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നാട്യശാലയിൽ തഞ്ചാവൂർ മുത്തുലക്ഷ്മിയുടെ ഭരതനാട്യം ഉണ്ടായിരുന്നു. അതറിഞ്ഞിട്ടും കുമാരി എന്താ വരാതിരുന്നത്? അതൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. എന്താ അവരുടെ ഒരു നൃത്തപാടവം! എന്തൊരു സൗന്ദര്യം! ഇതുപോലൊരു നൃത്തം എന്റെ ഓർമ്മയിൽ നാട്യശാലയിൽ ഉണ്ടായിട്ടില്ല. അത്ര കേമമായിരുന്നു. മഹാരാജാവ് അവർക്ക് നിറയെ പാരിതോഷികങ്ങളും കൊടുത്തു. തമ്പുരാട്ടിയും പറഞ്ഞു നൃത്തം ഗംഭീരമായിരുന്നുവെന്ന്. നാട്യശാലയിൽ എന്ത് കലാരൂപം അവതരിപ്പിച്ചാലും എന്തെങ്കിലും കുറ്റം പറയുന്ന മന്ത്രി ലക്ഷ്മിയുടെ നൃത്തത്തിന് ഒന്നും പറഞ്ഞില്ല. പിന്നെ എല്ലാവരും കുമാരിയെ അന്വേഷിച്ചു. കുമാരിയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. ഈ ഉള്ളവൾ കൊട്ടാരത്തിലെ പരിചാരിക മാത്രമാണ്. പക്ഷെ അങ്ങനെ ഒരു വേർതിരിവ് എന്നോടാരും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് പറയുകയാണ്, ദേഷ്യമരുത്. തിരുമനസ് പർണശാലയിൽ നിന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോയതും ശാസിച്ചതും കുമാരിയുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? എപ്പോഴും പൂജയും പ്രാർത്ഥനയുമായിരുന്നു കുമാരി സന്യാസ ജീവിതം നയിച്ചാൽ രാജ്യം അന്യം നിന്ന് പോവില്ലേ? ഈ രാജകുലത്തിന് അനന്തരാവകാശികളെ ലഭിക്കാതെ കുലം മുടിയില്ലേ? അതുകൊണ്ട് കുമാരി സുന്ദരനായ ഒരു രാജകുമാരനെ വേളി കഴിച്ച് സസുഖം ഈ രാജ്യത്തെ മഹാറാണിയായി വാഴണം. എന്റെ വ്യക്തിപരമായ കാര്യത്തിൽ രാധ ഇടപെടുകയോ അഭിപ്രായം പറയുകയോ അരുത്. രാധയെന്നല്ല, മറ്റാരും. ഞാൻ കുമാരിക്ക് കോപം ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞതല്ല. കുമാരിയുടെ രീതികളെപ്പറ്റി കൊട്ടാരത്തിൽ എല്ലാവരും പറയുന്നത് കേട്ട് ഈ ഉള്ളവൾ പറഞ്ഞതാണ്. ഇനി ആവർത്തിക്കില്ല കുമാരി. രാധ പൊയ്ക്കോളൂ. കുമാരി പൊയ്ക്കോളൂ. ആ പാൽക്കഞ്ഞി കൂടി കൊണ്ടുപോയിക്കോളൂ. എനിക്കിതൊന്നും വേണ്ട. രാധേ, എന്താ കുമാരി പാൽക്കഞ്ഞി കുടിച്ചില്ലേ? ഇല്ല തമ്പുരാട്ടി, ഞാൻ ഒരുപാട് നിർബന്ധിച്ചു, കേൾക്കുന്നില്ല. തിരികെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു.
കുമാരി പറഞ്ഞത് കോപം കൊണ്ടല്ലാന്ന് ഈ ഉള്ളവർക്ക് മനസ്സിലായി. സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ്. ഇങ്ങനെയൊരു ഭാവത്തിൽ കുമാരിയെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. നമ്മുടെ കുമാരിക്ക് അത്രയേറെ വിഷമം വരുത്തുന്നതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. ഞാനോ തിരുമനസോ മകളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ഒന്നും പ്രവർത്തിച്ചിട്ടുമില്ല. എങ്കിലും കുമാരിക്ക് വലിയ സങ്കടമുണ്ട് റാണി. മുഖം ആകെ വാടിയിരിക്കുന്നു. ആ പാൽക്കഞ്ഞി ഇങ്ങ് തന്നോളൂ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ആ ശരി. കുമാരി, കുമാരി എന്താ പാൽക്കഞ്ഞി കുടിക്കാത്തത്? എനിക്കൊന്നും വേണ്ട. തിരുമനസ് കോപിച്ചത് കുമാരിയോട് ദേഷ്യമുണ്ടായിട്ടല്ല, രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചോർത്തുള്ള ഉത്കണ്ഠ കൊണ്ടാണ്. പക്ഷേ പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ? അല്ല, പക്ഷേ സ്വന്തം കർത്തവ്യങ്ങളും കടമകളും മറക്കാൻ പാടില്ല എന്ന് മാത്രം. ഇപ്പോഴുള്ള എന്റെ കടമ പൂജയും പ്രാർത്ഥനയുമാണ് മാതാവേ. സാക്ഷാൽ ധർമ്മശാസ്താവിന്റെ രൂപമല്ലാതെ മറ്റൊന്നും ഇപ്പോഴെന്റെ മനസ്സിലില്ല. ഈശ്വര രൂപം എപ്പോഴും മനസ്സിൽ കുടികൊള്ളുക എന്ന് പറയുന്നത് തന്നെ പുണ്യമല്ലേ? പക്ഷേ സദാസമയവും പൂജയിലും പ്രാർത്ഥനയിലും മുഴുകി സന്യാസ ജീവിതം നയിക്കേണ്ട ആളല്ലല്ലോ കുമാരി. ഇനി മുതൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും പൂജ ചെയ്തോളൂ. ബാക്കിയുള്ള സമയം സ്വാധ്യായത്തിലും രാജ്യകാര്യങ്ങളിലും മനസ്സ് വ്യാപിപ്പിക്കൂ. ശരി. പക്ഷേ പൂജ ചെയ്യാൻ പർണശാലയിൽ പോകാൻ അനുമതി നൽകണം. കുമാരിക്ക് പൂജ ചെയ്യാനായി തിരുമനസ് നിർമ്മിച്ചു നൽകിയതല്ലേ ആരാമത്തിലെ പർണശാല. അവിടെ പോകാൻ അനുമതി ആരും നിഷേധിക്കില്ല. പക്ഷേ സമയക്രമം പാലിക്കണമെന്ന് മാത്രം. അത് ഞാൻ പാലിച്ചോളാം മാതാവേ. ഇനി മുതൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും മാത്രമേ ഞാൻ പർണശാലയിൽ പോകൂ. നല്ലത്. ഈ വാർത്ത കേൾക്കുമ്പോൾ തിരുമനസിനും സന്തോഷമാകും. ഈ പാൽക്കഞ്ഞി കുടിക്കൂ. ഞാൻ കുടിച്ചുകൊള്ളാം. വേണ്ട, ഞാൻ എടുത്തു തരാം. എന്താണ് തിരുമനസേ, പ്രഭാതത്തിൽ തന്നെ മട്ടുപ്പാവിൽ വന്ന് നിൽക്കുന്നത്? മനസ്സാകെ അസ്വസ്ഥമാണെന്ന് തോന്നുന്നു. അതെ റാണി, നമ്മുടെ മനസ്സാകെ ചഞ്ചലമാണ്. കഴിഞ്ഞ രാത്രി നിദ്രാദേവി നമ്മെ തീരെ കടാക്ഷിച്ചില്ല. എന്തൊക്കെയോ അശുഭചിന്തകൾ മനസ്സിൽ നിറയുന്നു. അങ്ങയുടെ മനസ്സ് വായിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ പുത്രിയുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തുള്ള ദുഃഖമല്ലേ? അതുതന്നെയാണ് നമ്മുടെ മനസ്സിനെയും അസ്വസ്ഥമാക്കുന്നത്. രാജകുമാരിയാണെന്നുള്ള ബോധം മറന്ന് ഒരു മുനികുമാരിയെപ്പോലെ രാവും പകലും പൂജയും പ്രാർത്ഥനയുമായുള്ള
മകളുടെ ജീവിതം കാണുമ്പോൾ ഭയമാകുന്നു തിരുമനസേ. പ്രായമാകുമ്പോൾ മകളുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകുമെന്ന് നാം വിചാരിച്ചു. അവളുടെ വിവാഹം ഈയുള്ളവന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. പക്ഷേ മകളുടെ ഇപ്പോഴത്തെ രീതികൾ കാണുമ്പോൾ നാം സ്വപ്നം കണ്ടതും മോഹിച്ചതുമൊക്കെ വെറും പാഴ്ക്കിനാവുകളായിരുന്നോ എന്നൊരു തോന്നൽ. അങ്ങേക്ക് ഈയിടെയായി രാജ്യകാര്യങ്ങളിൽ തീരെ താല്പര്യമില്ലാതായിരിക്കുന്നു. തളരരുത് തിരുമനസേ. തിരുമനസ്സിന് പ്രണാമം. പ്രണാമം. ഈ ഉള്ളവൻ ഒരു വിഷയം ഉണർത്തിച്ചോട്ടെ. തിരുവുള്ളക്കേട് തോന്നരുത്. പറയൂ മന്ത്രി. എക്കാലവും തിരുമനസ്സിനോട് സ്നേഹവും കൂറുമുള്ള ദാസനായതുകൊണ്ട് ഉണർത്തിക്കുകയാണ്. കുമാരിയുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്നത് ഒരുതരം മാനസിക വൈകല്യമാണ്. അതെല്ലാം മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഈ ഉള്ളവന്റെ വിശ്വാസം. മന്ത്രി എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ക്ഷേത്രത്തിനടുത്ത് പ്രഗത്ഭനായ ഒരു സിദ്ധൻ വന്നു ചേർന്നിട്ടുണ്ട്. ഏതു ദീനവും കണ്ടെത്തി സുഖപ്പെടുത്തുന്ന ദിവ്യൻ. അനുഭവസ്ഥർ ഒരുപാടുണ്ടത്രേ. കുമാരിയുടെ ദീനത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഉപദേശം തേടിയാലോ? സിദ്ധനിൽ മന്ത്രിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടോ? വിശ്വസിക്കാൻ കൊള്ളാവുന്നതുകൊണ്ടാണല്ലോ അനുഭവസ്ഥർ പറയുന്നത്. തിരുമനസ് അനുവദിച്ചാൽ ഞാൻ തന്നെ നേരിട്ട് പോയി സിദ്ധനെ കണ്ട് കാര്യങ്ങൾ പറയാമായിരുന്നു. അവിടുന്ന് ഇനി മറ്റൊന്നും ചിന്തിക്കണ്ട. മന്ത്രിക്ക് യാത്രാനുമതി നൽകിയാലും ഭഗവാൻ കാണിച്ചു തന്നതായിരിക്കും ഈ സിദ്ധനെ. മന്ത്രി, നാം എതിരേൽക്കുന്നില്ല. എത്രയും വേഗം പോയി വരിക. എല്ലാം പരമരഹസ്യമായിരിക്കണം. ആരും അറിയാൻ പാടില്ല. അങ്ങനെയാകട്ടെ തിരുമനസ്. പോയി വരാം. അങ്ങ് പറഞ്ഞിടത്തോളം വെച്ച് നോക്കുമ്പോൾ കുമാരിയെ ബാധിച്ചിരിക്കുന്നത് ഒരുതരം മാനസിക പ്രശ്നമാണ്. ഒന്നിനെ മാത്രം ഏകാഗ്രതയോടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചതുകൊണ്ടുണ്ടായ ഒരവസ്ഥ. ഈ ഭൂമിയിലെ സർവചരാചരങ്ങളുടെയും നിയന്ത്രണം ഭഗവാന്റെ കരങ്ങളിലാണെന്നുള്ള ഉത്തമ ബോധമാണ് കുമാരിയെ ഈശ്വരനിലേക്ക് അടുപ്പിച്ചത്. എല്ലാവിധമായ സുഖസൗകര്യങ്ങളിലും ആർഭാടങ്ങളിലും കഴിയുവാൻ ഭാഗ്യം സിദ്ധിച്ച രാജകുമാരി എന്താണ് ഈ വിധം ജീവിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ് മന്ത്രി. അറിവായ കാലം മുതൽ കുമാരി ഈ വിധമാണ് സിദ്ധൻ. ഒരു മകൾ മാത്രമുള്ളതുകൊണ്ട് കുമാരിയുടെ മനസ്സിന് നിരാശ തോന്നുന്ന യാതൊന്നിനും തിരുമനസ്സോ രാജ്ഞോ മുതിർന്നിട്ടില്ല. കുമാരി വളർന്നു വരുമ്പോൾ എല്ലാം നേരെയാകുന്ന പ്രതീക്ഷയിലായിരുന്നു അവർ. ആ കണക്ക് കൂട്ടലുകളെല്ലാം പിഴച്ചിരിക്കുന്നു. ഓഹോ. മഹാരാജാവും റാണിയും പുത്രിയെ ഓർത്ത് അതീവ ദുഃഖത്തിലാണ്. പിഞ്ചളദേശത്തിന്റെ പാരമ്പര്യം നിലനിർത്തേണ്ട രാജകുമാരി ഈ വിധം തുടർന്നാൽ അനന്തരഫലം എന്താകുമെന്ന് ഒരു നിശ്ചയവുമില്ല. അങ്ങ് വിഷമിക്കണ്ട. നാളെ പുലർകാലെ എത്തിയാൽ ഞാൻ അങ്ങയ്ക്ക് ശംഖുപുഷ്പാഭിചൂർണം തയ്യാറാക്കി നൽകാം. അത് പശുവിൻ പാലിൽ കലർത്തി സേവിച്ചാൽ ആത്മീയ ചിന്തകൾ കുറഞ്ഞ് ലൗകിക ചിന്തകൾ ശക്തമാകും. അതോടെ കുമാരിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് നല്ല മാറ്റവും ഉണ്ടാവും. ഒരു വാരത്തിനകം ഫലം കണ്ടു തുടങ്ങുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം, ഒരു പ്രാവശ്യമേ ഈ ചൂർണം ഉപയോഗിക്കാൻ സാധിക്കൂ. വീണ്ടും പ്രയോഗിച്ചാൽ ഫലമുണ്ടാവില്ല. വളരെ നന്ദി സിദ്ധരെ. എങ്ങനെയായാലും കുമാരി ലൗകിക ജീവിതത്തിലേക്ക് തിരികെ വന്നാൽ മാത്രമേ പിഞ്ചളദേശത്തിന് ഒരു അനന്തരാവകാശി ഉണ്ടാവുകയുള്ളൂ. ഈശ്വരഹിതം എന്തോ അത് നടക്കും. പിന്നെ ഞാനിവിടെ വന്ന കാര്യം നമ്മൾ രണ്ടാളും അല്ലാതെ മറ്റാരും അറിയരുത്. ഇല്ല. അങ്ങ് നാളെ സൂര്യോദയത്തിന് മുമ്പ് തന്നെ എത്തണം. ഞാൻ ചൂർണം നൽകാം. അതിനുശേഷം ഞാൻ ഹിമാലയത്തിലേക്ക് യാത്രയാകും. എന്നാണാവോ മടക്കം?
തീർത്ഥാടനമാണ്. മടക്കം എന്നാകുമെന്ന് തീർച്ചയില്ല. എങ്ങും സ്ഥിരമായി നിൽക്കാറുമില്ല. ഈ ഭൂമിയിൽ എല്ലാ സ്ഥലവും എനിക്ക് ഒരുപോലെയാണ്. ഈശ്വരൻ നമ്മെ എവിടെ എത്തിക്കുന്നോ അവിടമാണ് നമ്മുടെ താവളം. അങ്ങയെ കാണാൻ സാധിച്ചത് ഭാഗ്യമായി കരുതുന്നു. നാളെ പുലർകാലെ തന്നെ എത്തിക്കൊള്ളാം. ഇപ്പോ യാത്രയാവട്ടെ. ശരി, എല്ലാം ശുഭമാകും. സന്തോഷമായി പോയി വരും. എനിക്ക് ഭയമാകുന്നു മഹാറാണി. എന്തിനാണ് രാധ ഭയക്കുന്നത്? കുമാരുടെ നന്മയ്ക്ക് വേണ്ടിയാ നമ്മൾ ഈ ചെയ്യുന്നത്. ഓരോരുത്തരും സ്വയം ഒരു ക്ഷേത്രമാണ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് ഈശ്വരൻ. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം പഞ്ചസ്യധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം
ശ്രുതിശിരോലങ്കാരച